ഹായ് ഫ്രണ്ട്സ്, അതെ ഞാനിപ്പോൾ അംഗനവാടിയിലായിട്ടുള്ളത്. ഈ അംഗനവാടിയിൽ വന്നിരിക്കുന്നത് 7 മണിക്കാണ്. 7 മണിക്ക് വന്നിരുന്ന എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇവിടെ ഇല്ല. 10 മണിക്ക് ആവും കുട്ടികൾ വരുമ്പോൾ, അപ്പോഴേ പണികൾ തുടങ്ങുള്ളൂ. പിന്നെ എൻ്റെ ഉണ്ണിയുണ്ട്, ആള് നന്നായിട്ട് ഉറങ്ങാം. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് എണീക്കാൻ ഇനി കുറച്ച് നേരം എടുക്കും. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് ചെയ്താലോ? ഞാനപ്പോൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് PSC പഠിച്ചാലോ? എന്താ, ആരാ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കാത്തത്? എനിക്കും ആഗ്രഹമുണ്ട്, പഠിച്ചിട്ടൊന്നും കിട്ടണമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോ എടുത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ലിക്കാവും. അപ്പോൾ ഞാൻ വിചാരിക്കുക, എല്ലാ ദിവസവും ഒരു 5 ക്വസ്റ്റ്യൻ ആൻസർ വെച്ച് നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഓരോ ദിവസങ്ങൾ, എല്ലാ ദിവസവും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഉണ്ണികളും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. പക്ഷേ സമയം അനുസരിച്ച് ഞാൻ ഇതേപോലെ വീഡിയോ ഇടാം. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ? ആദ്യം കേരളത്തെക്കുറിച്ച് പഠിക്കാം. സംഭവം ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഇതറിയാത്ത ആൾക്കാരും ഉണ്ട്, അവർക്ക് ഉപകാരമാവട്ടെ. അപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനം എന്നത് തിരുവനന്തപുരം. താലൂക്കുകൾ 78 എണ്ണമുണ്ട്, കോർപ്പറേഷനുകൾ 6 എണ്ണാണുള്ളത്. നിയമസഭാ മണ്ഡലങ്ങൾ 140, ലോകസഭാ മണ്ഡലങ്ങൾ 20 എണ്ണം. ഇനി നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, നദികൾ എത്രയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം അത്രേ ഉള്ളൂ. ഇനി അടുത്ത 5 ക്വസ്റ്റ്യനായിട്ട് നാളെ കാണാം. ശരി, ബൈ ബൈ.